നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ രീതികൾ, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാറ് അവിടെയുള്ള സിനിമാ താരം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെ. അത് പല ഘട്ടങ്ങളിലായിട്ട് ജയലളിത അടക്കം തമിഴ്നാട്ടിൽ പയറ്റി വിജയിച്ച ഒരു വിഷയം തന്നെ. ഇത് തന്നെയാണ് നിലവിൽ വിജയ് ഇപ്പോൾ അവിടെ പയറ്റി വിജയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാലികളിലും അതിന്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് കരൂരിൽ നടന്ന ഒരു വലിയ തിക്കും തിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപകടം അദ്ദേഹത്തിന്റെ റാലിയിൽ ഉണ്ടായ സമയത്ത് പുള്ളിക്കാരൻ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് വിജയ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി ഒറ്റക്ക് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണെന്നുള്ളത്. TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വിജയ് ഉണ്ടാക്കിയ സമയം മുതലേക്ക് തന്നെ BJPയുടെ ദേശീയ നേതൃത്വം ഇദ്ദേഹത്തെ NDA മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ പൊതുപരിപാടിയിൽ തന്നെ പരസ്യമായിട്ട് മധുരയിൽ വെച്ചുകൊണ്ട് വലിയ ഒരു പ്രഖ്യാപനം, BJP ആണ് ആദ്യത്തെ പൊതുശത്രുവെന്നും DMK പ്രത്യയശാസ്ത്രപരമായിട്ടും തങ്ങളുടെ ഒരു ശത്രുവാണെന്നുള്ള രീതിയിലേക്കൊക്കെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പോൾ ആ നിലപാട് മാറ്റിയിട്ട് BJPയുടെ നേതൃത്വമായിട്ട് ഈ തമിഴ്നാട് TVKയുടെ അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദില്ലിയിൽ വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു എന്നുള്ള ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൂട്ടത്തിൽ അണ്ണാ DMKയുടെ നേതാക്കന്മാരുമായിട്ടും കൃത്യമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ഇപ്പോൾ വിജയ് മാറിയിരിക്കുന്നു. നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇന്ന് DMK എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും അവരുടെ അധികാരം നഷ്ടപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു സഖ്യ ടീം അല്ലെങ്കിൽ ഒരു മുന്നണി അവിടെ രൂപപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോ വിജയും വിജയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള TVKയും അണ്ണാ DMKയും BJPയും അടങ്ങുന്ന ഒരു ഗംഭീര സഖ്യമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമായിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെതായിട്ടുള്ള വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വരാനിരിക്കുന്ന ജനുവരി മാസം പൂർണ്ണമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും വിജയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വിജയ് തന്നെ പുറത്തുവിട്ടു എന്നുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മൃഗീയമായിട്ടുള്ള അഴിമതികൾ, ഈ അഴിമതികൾ എന്ന് പറഞ്ഞാൽ അത് ഒരു തമാശയായിട്ട് നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കില്ല. കാരണം സെന്തിൽ ബാലാജി അടക്കമുള്ള തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം EDയുടെ അറസ്റ്റിൽ കുടുങ്ങുകയും അതോടൊപ്പം തന്നെ നിരവധി ദിവസങ്ങളോളം ജയിലിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഇതിനോട് മുന്നോടിയായിട്ട് 2014 BJP അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസിന്റെ കീഴിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ UPA സർക്കാരിന്റെ ഭാഗമായിരുന്ന DMKയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള കനിമൊഴി അടക്കമുള്ള ആളുകൾ 2G സ്പെക്ട്രം പോലെയുള്ള അഴിമതി കേസിൽ അകപ്പെട്ടുകൊണ്ട് ജയിലിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങളിലും DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിന് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അഴിമതിയാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് അവർ പല ഘട്ടങ്ങളിലായിട്ട് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് മുതലെടുക്കാൻ BJPയുടെ കഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ കുപ്പുസ്വാമിക്ക് കൃത്യമായിട്ട് സാധിച്ചിരുന്നു. DMK ഫയൽസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അഴിമതിയുടെ ഒരു ലിസ്റ്റ് തന്നെ പൂർണ്ണമായിട്ടും BJPയുടെ നേതൃത്വം, അണ്ണാമലയുടെ നേതൃത്വത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. 13 ലക്ഷം വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന BJP തമിഴ്നാട്ടിൽ അത് 80 ലക്ഷം വോട്ടുകളായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ DMK ശക്തമായിട്ടുള്ള ഒരു സീറ്റുകൾ നേടിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ആധിപത്യം സൃഷ്ടിച്ചെങ്കിലും NDAയുടെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ BJPയുടെ ഒരു മുന്നേറ്റം വളരെ വലിയ രീതിയിൽ ശ്രദ്ധേയമായതാണ്. ഒറ്റക്ക് മത്സരിച്ചിട്ട് പോലും കോയമ്പത്തൂരിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് അവിടെ നടത്തിയത്. നിസ്സാര വോട്ടുകൾക്കാണ് കോയമ്പത്തൂരിൽ പരാജയപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇന്ന് വ്യക്തമായിട്ടുള്ള ഒരു ആധിപത്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നിരവധി യുവാക്കൾ BJPയുടെ ഭാഗമാകുന്നുണ്ട്. ഇതിനിടയിലാണ് TVKയുടെ ഒരു കടന്നുവരവ്. TVK എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ ഒരു
ഗിയർ മാറ്റം അത് TVKയിലൂടെ ആകാനുള്ള എല്ലാവിധ സാഹചര്യം ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത്. കാരണം അത്രത്തോളം ആളുകൾ, ജനലക്ഷങ്ങളാണ് അദ്ദേഹത്തിന്റെ വിജയുടെ ഓരോ പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കരൂരിൽ നടന്ന ആ ഒരു ഇൻസിഡന്റിന് ശേഷവും വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് വിജയ് മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം BJP ഉണ്ടാകുന്നു. കൃത്യമായിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും, അമിത്ഷായുടെ ഒരു മിന്നലാക്രമണം വലിയ രീതിയിൽ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് രാഷ്ട്രീയ ചാണക്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെയും തമിഴ്നാട് സന്ദർശിക്കുകയും ഇവിടെ DMK അടക്കമുള്ള നേതാക്കന്മാരെയും പ്രധാനപ്പെട്ട രഹസ്യമായിട്ടുള്ള മറ്റ് ചർച്ചകളും നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കൂട്ടത്തിൽ TVKയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി ഇപ്പോൾ ദില്ലിയിൽ വന്ന് BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചകൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതോടുകൂടി തന്നെ ഒരു കാര്യം വ്യക്തമാണ്, തമിഴ്നാട്ടിൽ അധികാരമാറ്റത്തിനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട്. കാരണം അത്രത്തോളം വലിയ രീതിയിലുള്ള അഴിമതികൾ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്തും അതിനെ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലോക്കൽ നേതാക്കന്മാരും എല്ലാം സാമ്പത്തികമായിട്ട് വലിയ മുന്നേറ്റം നടത്തുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ DMKയുടെ അഴിമതിയും ജയലളിതയ്ക്ക് ശേഷം തങ്ങളല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല, താനല്ലാതെ മറ്റൊരു നേതാവില്ല എന്നുള്ള നിലയിലേക്ക് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും മുന്നോട്ട് പോകുന്നു. കൂട്ടത്തിൽ സനാതന ധർമ്മം, ഹിന്ദു ധർമ്മത്തെ പൂർണ്ണമായിട്ടും അവഹേളിച്ചുകൊണ്ടും ഇത് കൊറോണക്ക് തുല്യമാണ് അല്ലെങ്കിൽ മറ്റ് രോഗാവസ്ഥയ്ക്ക് തുല്യമാണ്, വൈറസിന് തുല്യമാണെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ പൂർണ്ണമായിട്ട് വ്രണപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുമായിട്ട് ഇവിടെ ഈ DMKയുടെ ഓരോ നേതാക്കന്മാരും പോകുന്ന സമയത്ത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം BJPയും ഇപ്പോൾ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു BJPയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വലിയ രീതിയിൽ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വലിയ ഭരണമാറ്റത്തിനുള്ള സാഹചര്യം തമിഴ്നാട്ടിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 4 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. അത് കോയമ്പത്തൂരിൽ BJP കമലഹാസന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് BJPയുടെ നേതാവ് അവിടെ വിജയിച്ചു വന്നത്. അപ്പോൾ ഏതെല്ലാം പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് സ്വാധീനം ഉണ്ടെന്നുള്ളത് BJP കൃത്യമായിട്ട് അറിയാം. പക്ഷെ ആ സ്വാധീനം തമിഴ്നാടിന്റെ അധികാരം പിടിക്കുക എന്നുള്ള ലക്ഷ്യം അത് എത്തിക്കുന്ന ഒരു കാര്യമല്ല. അതിന് ഒപ്പം അണ്ണാമലൈ വലിയ രീതിയിൽ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വിജയെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നത്. ഇത് ശക്തമായിട്ടുള്ള രീതിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത രീതിയിലേക്കുള്ള വലിയ ചരിത്രപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം വലിയ രീതിയിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു സർക്കാർ തമിഴ്നാട്ടിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ BJPയുടെ നേതൃത്വത്തിനും അല്ലെങ്കിൽ NDAയുടെ നേതൃത്വത്തിനും വലിയ രീതിയിലുള്ള ഒരു ചലഞ്ചായിട്ട് അവർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് DMKയുടെ അവസാനമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം.